ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. നമുക്ക് എങ്ങനെ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഗവൺമെന്റ് നമ്മുടെ GST ഹെൽത്ത് ഇൻഷുറൻസ് തമ്മിലുള്ള GST ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീമിയം എമൗണ്ടും അത്യാവശ്യം നല്ല ഒരു ചെറിയ അത്യാവശ്യം അല്ല, ഒരു ഭയങ്കര ഹെവി എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഒരു എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെയായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ എടുക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി വേറെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് റിന്യൂ ചെയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് നല്ലതാണോ എന്ന് തിരിച്ചറിയാം. അതിനെ കുറച്ച് പോയിന്റ്സുകളും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു ബ്രാൻഡിനെ തിരഞ്ഞെടുക്കാന്നൊക്കെയാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഞാൻ ഇന്ന ബ്രാൻഡിനെ എടുക്കണമെന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് ആക്ച്വലി പ്രൊമോഷൻ വീഡിയോ സംഭവം ഒന്നല്ല. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഇൻഷുറൻസിനെ കുറിച്ചും നമ്മൾ ഇതിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ലെവൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ടെലിഗ്രാം ചാനലിൽ നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡിൻ്റെ കാര്യം ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. കുറേ ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ സ്റ്റാർ, HDFC, അതുപോലെ തന്നെ കെയർ ഹെൽത്ത്, അങ്ങനെ കുറേ ഉണ്ട്, കോട്ടക്ക്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊട്ടക്കണക്കിന് പേര് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ നോർമലി റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റ് ത്രൂ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി അവരുടെ ഓഫീസിൽ പോയിട്ടോ അങ്ങനെ എടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഈ തേർഡ് പാർട്ടി സൈറ്റിൽ കൂടെ ഒന്നും ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി പോളിസി ബസാർ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ പോളിസി ബസാറിന് മുമ്പ് എൻ്റെ ആക്ച്വലി ഒരു 2 വീലറിൻ്റെ അടുത്തുള്ള എക്സ്പീരിയൻസിലാണ് പറയുന്നത് കേട്ടോ. ഉടായ്പ സാധനമാണ്, വൻ ഉടായ്പ എന്ന് പറഞ്ഞാൽ ഉടായ്പാണ്. വെറുതെ പരസ്യമായിട്ട് നിങ്ങൾ ആ പരസ്യം കാണുമ്പോൾ തന്നെ അറിയാം. കുറേ ബോളിവുഡ് സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് കുറേ എണ്ണം നിങ്ങൾക്ക് ഓൾറെഡി കണ്ടറിയും. അപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് നോക്കുമ്പോൾ കുറച്ച് ചെക്ക് ലിസ്റ്റുകളുണ്ട്. അതായത് നിങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ള സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് പറയാം. ഞാൻ ആക്ച്വലി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോ പേയ്മെന്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതാണ് ഫസ്റ്റ്. അതായത് ഡോണ്ട് സ്പ്ലിറ്റ് ദ ബിൽ. അതായത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അവർ ചിലപ്പോൾ നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് 25% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിക്കും, അല്ലെങ്കിൽ ക്ലെയിമബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അത് ഡിഫറെൻറ്റ് പേരിലാണ് കാണിക്കുക. അത് ആക്ച്വലി ഇതിൻ്റെ സംഭവം വെച്ചാൽ കോ പേയ്മെന്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 1 ലക്ഷം രൂപ ബില്ല് വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ചിലപ്പോൾ 20% നിങ്ങൾ കോ പേയ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 20,000 രൂപ അടക്കേണ്ടി വരും. ബാക്കി 80,000 രൂപ അവർ സെറ്റിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഈ കോ പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും കോ പേയ്മെന്റ് ഉള്ള ഇൻഷുറൻസ് പോളിസി എടുക്കാതിരിക്കുക. ഞാൻ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ വലിയ എമൗണ്ട് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിയ എമൗണ്ട് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം കോ പേയ്മെന്റ് ഇല്ലാത്ത സംഭവം നോക്കിയെടുക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ റൂമിൻ്റെ പരിപാടി ഉണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ റൂംസുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ബില്ല് പോലെയൊക്കെയാണ് ഇപ്പോൾ വരിക റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആ റൂമിന്മേ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം എടുക്കാൻ നോക്കുക. അതായത് റെസ്ട്രിക്ഷൻസ് ഓൺ റൂം റെൻറ്റും. അതായത് ഇപ്പോൾ 3,000 രൂപ വരെയുള്ള റൂമിൽ മാത്രമേ പറ്റുള്ളൂ, 4,000 രൂപ വരെയുള്ള റൂം മാത്രമേ പറ്റുള്ളൂ. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ 4,000 രൂപയുടെ അല്ലെങ്കിൽ 3,000 രൂപയുടെ ഒരു റൂം റെന്റ് ഉള്ള പോളിസിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ അത് നോക്കാണ്ട് നിങ്ങളൊരു 6,000 രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അല്ല ഒരു റൂമാണ് എടുത്തത് നോക്കിയാൽ അവർ ആക്ച്വലി നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ആകെ നമുക്കൊരു 3,000 രൂപയിൽ പക്ഷേ 6,000 രൂപ അല്ല ഒരു 6,000 രൂപ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ഡബിൾ 50% അല്ലെങ്കിൽ 50% മുകളിൽ നമുക്ക് അവർ ഈ റൂം റെന്റുമ്പോൾ മാത്രമല്ല പിടിക്കുക, ആ റൂമിനെ അസോസിയേറ്റ് ചെയ്ത എല്ലാ സംഭവത്തിനും അവർ അത്രേ തരുള്ളൂ. 50% അല്ലെങ്കിൽ 40% ഒക്കെ തരുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. റൂം റെന്റുമ്പോൾ മാത്രമല്ല അവർ കട്ട് ചെയ്യുക, ആ റൂമിന്മേ അസോസിയേറ്റ് എല്ലാ പരിപാടി. അതായത് അവിടേക്ക് ഡോക്ടർ വരേണ്ട ചാർജ്, അവിടേക്ക് മെഡിസിൻ കൊണ്ടുവരേണ്ട മെഡിസിൻ നമുക്ക് കൊടുക്കുന്നതിൻ്റെ ചാർജ്, പിന്നെ എന്താ പറയുക നഴ്സുകാരുടെ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതിലൊക്കെ ഇവർ കട്ട് ചെയ്യും. അപ്പോൾ അത് നോക്കാൻ മറക്കരുത്. റൂം റെന്റുമ്പോൾ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത പോളിസി എടുക്കാം കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഡിസീസ് വൈസുള്ള സബ് ലിമിറ്റ് നോക്കാൻ മറക്കരുത്. ഏതൊക്കെ ഇപ്പോൾ കുറേ പോളിസിക്ക് ഓരോ ഡിസീസിന് ഓരോ ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കാൻ മറക്കരുത്. ചെക്ക് ഫോർ ഡിസീസ് വൈസ് സബ് ലിമിറ്റ്. അതാണ് മൂന്നാമത്തെ. നാലാമത്തേന്ന് പറയുന്നത് നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കെയർ ഉള്ള പ്ലാൻസുകൾ മാത്രം എടുക്കുക. അതായത് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാനുള്ള മുമ്പുള്ളതും അതുപോലെ കഴിഞ്ഞിട്ടുള്ളതും രണ്ടും കൂടിയുള്ളത് നമ്മുടെ ഇൻഷുറൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്ലാനുകൾ മാത്രം എടുക്കുക, സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അതായത് അഞ്ചാമത്തേന്ന് പറയുന്നത് നമുക്ക് ലോ വെയിറ്റിംഗ് പീരീഡ് ഉള്ളത്. അതായത് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് ആക്ച്വലി BP ഉള്ളതാണ്. അപ്പോൾ BP ഉള്ള ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആ BP യുടെ സ്ഥാനത്തിന് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു അസുഖം ഉള്ളതാണല്ലോ. അപ്പോൾ അതിന് വെയിറ്റിംഗ് പീരീഡ് വരിക. നിങ്ങൾ
ഓൾറെഡി പറയണം ഇൻഷുറൻസിന് അടുത്ത്. അത് അല്ലാണ്ട് ഇത് മുക്കി വെച്ചിട്ട് കാര്യമില്ല ചേട്ടാ, അത് അവർ കണ്ടുപിടിക്കും. അതിനായിട്ട് വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഇഷ്യൂസ്, ഹാർട്ടിന് ഇഷ്യൂ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ലങ്സിന് ഇഷ്യൂ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ആസ്മ ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലെയിം അത് ഓൾറെഡി അവരോട് പറയണം. അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ലോ ഉള്ളത് നോക്കിയെടുക്കാൻ മറക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പോളിസിക്ക് ഡിഫറെൻറ്റ് ചിലപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും. ചിലപ്പോൾ നോർമലി 2 കൊല്ലം 3 കൊല്ലമൊക്കെയാണ്, ചിലത് 5 കൊല്ലം, അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവും. അത് നോക്കിയെടുക്കുക. പിന്നെ 6ാമത്തേന്ന് പറയുന്നത് നമുക്ക് ഡേ കെയർ ട്രീറ്റ്മെൻ്റ് ഉള്ള പ്ലാൻസുകൾ മാത്രം എടുക്കുക. കവറേജ് ഫോർ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് വേണം, അത് നോക്കിയെടുക്കുക. 7ാമത്തേന്ന് പറയുന്നത് റിസ്റ്റോറേഷൻ ബെനിഫിറ്റ്, അതായത് നമ്മളിപ്പോൾ ക്ലെയിം ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് നോ ക്ലെയിം ബോണസ് എന്നൊക്കെ ഒരുപാട് സംഭവമില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പ് അപ്പ് ആഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ള പ്ലാൻസുകൾ എടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ എപ്പോഴും ആവശ്യം വരും എന്ന് പറയാൻ പറ്റില്ല. അതാണ് 7 പോയിന്റ്സുകൾ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നോക്കേണ്ട 7 പോയിന്റ്സുകൾ. അതുപോലെ തന്നെ ഈ കുറച്ച് ഫീച്ചേഴ്സുകളുടെ കാര്യം പറയാം. നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. അതായത് ബോണസ് പ്രോഗ്രാം. ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നോ ക്ലെയിം ബോണസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ഡബിൾ എന്താ പറയുക ലിമിറ്റ് കൂട്ടുന്ന പരിപാടി, അങ്ങനത്തെ കുറേ ബോണസ് പരിപാടികളൊക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് എവരി ഇയറിൽ ഉള്ളതുണ്ട് നോക്കുക. അത് മിക്ക പ്ലാനിലും ഉണ്ട്, അത്യാവശ്യം മിനിമം പ്ലാനിലൊക്കെ ഉണ്ട് സാധനം. 3ാമത്തെ നോക്കുന്നത് നമ്മുടെ കൺസ്യൂമബിൾസിൻ്റെ കവർ ചെയ്യുന്നതും നോക്കിയെടുക്കുക. അതായത് കവർ ഫോർ കൺസ്യൂമബിൾസ്. അതായത് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൗസ്, സിറിഞ്ച്, കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത്. പിന്നെ 4ാമത്തേന്ന് പറയുന്നത് ഡോർമിസലറി കവറേജും ഉള്ളത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ 5ാമത്തേന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സിദ്ധ, അതൊക്കെ ഉള്ള അതും മിക്ക എല്ലാ പ്ലാനിലും ഉണ്ട്. അത് പക്ഷേ നോക്കിയെടുക്കുക എന്ന് മാത്രം കേട്ടോ. അതൊക്കെ ഇൻക്ലൂഡഡ് ഉള്ള പ്ലാൻസുകൾ നോക്കിയെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ നോക്കാനുള്ളത്, നിങ്ങളൊരു ബ്രാൻഡ്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് HDFC ഇറങ്ങുവാണ് കേട്ടോ. ഇപ്പോൾ 2-3 കൊല്ലം എൻ്റെ കമ്പനി ഇൻഷുറൻസും അത് തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പ് ഞാൻ പേഴ്സണൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് സ്റ്റാർ ആയിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കൂതറ സാധനമാണ് അത്. ഞാൻ 1 കൊല്ലം എടുത്തുള്ളൂ, അതിനുശേഷം ഞാൻ അത് പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു സാധനമാണ്. അതുപോലെ തന്നെ അവരുടെ നമ്മളെന്താ പറയുക ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഒക്കെ ഭയങ്കര ലോ ആണ്. ഇപ്പോൾ ക്ലെയിംമെൻ്റ് ഇല്ല, കംപ്ലയിൻറ്റ് റേഷ്യോ എല്ലാം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ 4 പോയിന്റ്സുകളുണ്ട്. അത് നോക്കിയിട്ട് മാത്രം നിങ്ങളെ ബ്രാൻഡ് സെലക്ട് ചെയ്യാട്ടോ. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പറയുന്നത് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് 100 ക്ലെയിംസുകൾ വന്നു, അതിൽ എത്ര ശതമാനം ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന്, അതാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. 2ാമത്തേന്ന് പറയുന്നത് ഇൻക്വേർഡ് ക്ലെയിം റേഷ്യോ. അതായത് ഇതേ സംഭവം തന്നെ, പക്ഷേ അതിൽ എമൗണ്ട് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു കൊല്ലത്തിൽ 50 ലക്ഷത്തിൻ്റെ ക്ലെയിം വന്നു അവർ കമ്പനിക്ക് കിട്ടുക. അതിലവർ എത്ര ശതമാനം കാശ് കൊടുത്തു, മറ്റത് എത്ര ക്ലെയിംസ് കൊടുത്തു എന്നാണ്, ഇത് എത്ര കാശ് കൊടുത്തു എന്നാണ്, അതാണ് വ്യത്യാസം. അപ്പോൾ നോർമലി ഒരു 70 to 90% ആണ് വേണ്ടത്. ഇപ്പോൾ 90ൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാലും അത് അവിടെ എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ അവർ കൂടുതൽ കിട്ടുന്നതിനായിട്ടും ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവരത് അടുത്ത കൊല്ലം മാറ്റും, അല്ലെങ്കിൽ കമ്പനി അടിച്ചു പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആ റേഷ്യോ നോക്കുക. 70-ൻ്റെയും 90% റേഷ്യോ ആണ് നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡിന് വരുന്നുണ്ടെങ്കിൽ നല്ല പോളിസിയാണ്. ഇപ്പോൾ HDFCയുടെ കാര്യം പറയണമെങ്കിൽ അത് ഓൾമോസ്റ്റ് എല്ലാം 90% മുകളിലാണ്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആയാലും 90 to 93% ഒക്കെ വരുന്നുണ്ട്. അത് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 60ൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾ അത് നോക്കണ്ട കേട്ടോ, ബ്രാൻഡേ നോക്കണ്ട. പിന്നെ വരുന്നത് കംപ്ലയിൻറ്റ് വോളിയമാണ്. അപ്പോൾ എത്ര കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടെന്നാണ്. നോർമലി ആവറേജ് എന്നൊക്കെ പറയുന്നത് 20%. അപ്പോൾ 20% മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഏരിയയിലേക്ക് പോകണ്ട. ഇപ്പോൾ HDFC കാര്യം പറയണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6.5 ആ റേഞ്ചൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതും നല്ലൊരു പോസിറ്റീവാണ്. പിന്നെ നിങ്ങൾക്ക് കമ്പനി റെപ്യൂട്ടേഷനാണ് നോക്കാനുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും. ഇപ്പോൾ HDFC കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേറെ പിന്നെ ഇതുള്ളത് ഇപ്പോൾ എത്ര വലിയ കമ്പനിയാണ് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ആദ്യത്തേക്കുള്ള വലിയ കമ്പനി ആകുമ്പോൾ അതിന് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ആ പരിപാടി നിർത്തി പോവില്ല. അവർക്ക് അതിനുള്ള അല്ലെങ്കിൽ എന്താ പറയുക കപ്പാസിറ്റി ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയാലോ. അപ്പോൾ ഈ മെയിനായിട്ട് 3 നോക്കേണ്ടത്. നിങ്ങൾക്ക് കമ്പനി റെപ്യൂട്ടേഷനും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്ന് മാത്രമല്ല കേട്ടോ. അപ്പോൾ ഈ 4 പോയിന്റ്സ് കൂടി വെച്ചിട്ടാണ് നിങ്ങൾ ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ HDFC ഇറങ്ങുവാണ് ഞാൻ. പക്ഷേ HDFC ഇറങ്ങുക തന്നെ എടുക്കണമെന്നും ഞാൻ പറയില്ല. അത് റെക്കമെൻഡേഷനോ പ്രമോഷനോ സംഭവമൊന്നുമല്ല. നിങ്ങൾ ഈ 4 പോയിന്റ് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ വേണമെങ്കിൽ HDFCയും ഒരു കെയർ ഹെൽത്ത് ഉണ്ട്. കെയർ ഹെൽത്ത് എനിക്ക് ആക്ച്വലി കെയർ ഹെൽത്തിൽ ഞാൻ അവരെ IPO വരാൻ പോകുള്ളൂ. എനിക്ക് അതിന് മുമ്പ് ഞാൻ IPOയിൽ നമുക്ക് നമ്മുടെ ഇൻക്രെഡിറ്റ് മണി ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാത്ത ഷെയറുകൾ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കെയർ ഹെൽത്ത് നിങ്ങൾ HDFC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര പൂറാണ് കേട്ടോ. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഓൾമോസ്റ്റ് 90% ഉണ്ട് നമുക്ക് കെയർ ഹെൽത്തിന് നോക്കുകയാണെങ്കിൽ. പക്ഷേ ബാക്കി 2 ഭയങ്കര കൂടുതലാണ്.
നിങ്ങൾ ഇപ്പോൾ മറ്റേ എത്ര ക്യാഷ് കൊടുത്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ 58% ഉള്ളൂ. അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് വോളിയൂം ഓൾമോസ്റ്റ് ഒരു 30-30ൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അത് റെഡ് ഫ്ലാഗുകളാണ്. അപ്പോൾ അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മാത്രം നമ്മൾ എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇത് പറഞ്ഞു കേട്ടിട്ട് എല്ലാവരും HDFC പോയി എടുക്കണമെന്നല്ല പറയാൻ തോന്നുന്നത്. HDFCയുടെ പ്രീമിയം കൂടുതലാണ്. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യട്ടെ. അതായത് റെക്കമെൻഡേഷൻ അല്ല, ഞാൻ ഓൾറെഡി പറയാണ്, റെക്കമെൻഡേഷൻ അല്ല, പ്രമോഷൻ അല്ല, ഒന്നുമില്ല. നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ കണ്ടന്റായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ ആക്ച്വലി നമുക്ക് അപ്ലൈ HDFC ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഞാൻ ലിങ്കുകൾ കിട്ടുകയാണെങ്കിൽ താഴെ കൊടുക്കാം. നോർമലി ഈ ഇൻഷുറൻസിൻ്റെ ലിങ്കുകളൊന്നും കിട്ടാറില്ല. ഇനി കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കാട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം കാണണമെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത കാണാം.